അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാറിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമ്മളെ കഴിഞ്ഞ ചെറിയൊരു ട്രിപ്പ് പോയപ്പോൾ നമ്മളെ വണ്ടിക്ക് കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായിന്. അപ്പോൾ വണ്ടിൻ്റെ എൻജിൻ ഓയിൽ ചെറുതായിട്ട് ലീക്ക് ഉണ്ടായിന്. പിന്നെ അതുപോലെ തന്നെ വണ്ടിൻ്റെ നമ്മളെ ക്ലച്ചൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത്, ഗിയറിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബാക്കിൽ നിന്ന് ഒരു സൗണ്ടൊക്കെ ഉണ്ടായിന് വണ്ടിക്ക്. അപ്പോൾ നമുക്ക് ഏതായാലും വർക്ക്ഷോപ്പിലൊക്കെ ഇട്ട് കൊടുക്കണം. ഇന്ന് വണ്ടി വർക്ക്ഷോപ്പ് ഇട്ട് കൊടുക്കണം എന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും കംപ്ലൈൻ്റ് ഒക്കെ ഒന്ന് നോക്കാം വണ്ടീൻ്റെ. അപ്പോൾ ഇത് നമ്മളെ ഏട്ടൻ്റെ കടയാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നമ്മൾ വണ്ടി ഇട്ടിട്ടുള്ളത്. സർവീസ് സ്റ്റേഷനാണ്. അപ്പോൾ വണ്ടി ബോഡിയൊക്കെ മഴ വെള്ളമൊക്കെ തെറിച്ചിട്ട് കുറച്ച് ചളിയും പൊടിയൊക്കെ ആയിട്ടുണ്ട്. വണ്ടി മഴ കൊണ്ടിട്ട് ചെയ്യുക. ഫുള്ള് ദാർപ്പായി ഇട്ടീന്. ദാർപ്പായി കെട്ടിയിട്ട് അതിൻ്റെ അടിയിലാണ് വണ്ടി ഇട്ടീൻ്റെത്. എന്നാലും സൈഡിലൊക്കെ വെള്ളം തെറിച്ച് ഇങ്ങനെ ചളി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിലത്തെ ഡിക്ക് തുറക്കണം. ബാക്കിൽ നിന്നാണ് ലീക്കുള്ളത്, എൻജിൻ ഓയിലിൻ്റെ ലീക്കുള്ളത്. എടുത്തത് വണ്ടീൻ്റെ എൻജിനൊക്കെ നമ്മൾ കുറച്ച് മുമ്പ് സർവീസ് ചെയ്തിന്. അതാണ് ഇത്ര തെളി വണ്ടീൻ്റെ എൻജിനൊക്കെ. അപ്പോൾ ഞാനൊക്കെ പൊതുവെ ഈ ഒരു ഭാഗത്തുനിന്ന് ചെറുതായിട്ട് ലീക്ക് ഉണ്ടാകാറുണ്ട്. ഈ നമ്മൾ വർക്ക്ഷോപ്പിൽ എൻജിൻ ഓയിലൊക്കെ ലീക്ക് വന്നിട്ട് ചെറുതായിട്ടൊരു കിൻസിലേന്. അപ്പോൾ അത് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് സാധാരണ ലീക്ക് ചെറുതായിട്ട് ഉണ്ടാകലുണ്ട് എന്ന് പറഞ്ഞതിന്. പക്ഷെ ഇപ്പം നമുക്ക് ലീക്ക് പറഞ്ഞാൽ ഈ സൈഡിലായിട്ടാണ് വരുന്നത്. ഇവിടെ ആയിട്ട് വരുന്നുണ്ട് ലീക്ക്. എന്നിട്ട് ഇങ്ങനെ ഈ എൻജിൻ്റെ ഈ ഒരു കേസുമൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് താഴത്തേക്ക് ചെറുതായിട്ട് തുള്ളിയായിട്ട് ചെറിയൊരു രീതിയിൽ ഉറ്റുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തോ പാക്കിംഗ് ഒക്കെ പ്രശ്നമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം വണ്ടീൻ്റെ. പിന്നെ വേറൊരു പണി പറഞ്ഞാൽ ഇവിടെയാണ്. അപ്പോൾ ക്ലച്ച് നമ്മൾ ഗിയർ ഇട്ടിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുമ്പോഴൊക്കെ നല്ല സൗണ്ട് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തു നിന്ന്, ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന്. അപ്പോൾ ഇത് മറ്റേ ഈ ഒരു ബൂട്ടുണ്ടല്ലോ, ഈ ബൂട്ട് ഇതിൽ വന്ന് ഇങ്ങോട്ട് ഊരി പോന്നീന്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഗ്രീസൊക്കെ പോയി. ഈ ആക്സിൽ യോക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങുമ്പോൾ അവിടെ ഗ്രീസ് വേണമല്ലോ. അപ്പോൾ ആ ഉള്ള ഗ്രീസ് അതിൽ നിന്ന് പോകുന്നപ്പോൾ അവിടെ പ്ലേ വന്നു. ഗ്രീസ് ചെയ്യാതെ അവിടെ ഇങ്ങനെ അത് പ്രവർത്തിച്ചപ്പോൾ അവിടെ പ്ലേ വന്ന്. അപ്പോൾ അങ്ങനെ സൗണ്ട് വന്നിട്ടുണ്ട് വണ്ടീൻ്റെ. ക്ലച്ച് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ നല്ല സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതേതായാലും നമുക്കൊന്ന് നന്നാക്കി എടുക്കണം. പിന്നെ നമ്മളെ കഴിഞ്ഞ ട്രിപ്പിൽ നമുക്ക് എൻജിൻ ഓയിൽ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ടോപ്പ് അപ്പ് ചെയ്തിന് എൻജിന്. അപ്പോൾ പിന്നെ നമ്മൾ ട്രിപ്പ് പോകുന്ന ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് വണ്ടി പണിയെടുപ്പിച്ചാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് എൻജിൻ ഓയിൽ ടോപ്പ് അപ്പ് ചെയ്തിന്. ഇനി നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ എൻജിൻ ഓയിൽ മാറ്റി കൊടുക്കണം. അപ്പോൾ അങ്ങനെ ചില്ലറ പണിയുണ്ട് വണ്ടിക്ക്. പിന്നെ കഴിഞ്ഞ ട്രിപ്പിൽ നമുക്ക് ഇവിടെ ഒരു പ്രശ്നം വന്നിന് വണ്ടീൻ്റെ. അതായത് ഇവിടെ ഒരു പ്ലഗ് ഉണ്ട്. അതായത് വണ്ടീൻ്റെ എൻജിൻ്റെ ഉള്ളിലേക്ക് കറണ്ട് എത്തണ ഒരു പ്ലഗ് ഉണ്ടായിന്. അത് നമ്മളെ കഴിഞ്ഞ ട്രിപ്പിൽ പൊട്ടിപ്പോയി. ഇവിടെയാണ് സംഭവം വരുന്നത്. അതായത് ഈ ടാഗ് ഇട്ട് കെട്ടിക്കണല്ലോ അത് അവിടെ. അപ്പോൾ അവിടെ അത് എന്തോ ആക്സിലിനൊക്കെ കുടുങ്ങിയിട്ട് പൊട്ടിപ്പോയതാണെന്നൊക്കെ പറഞ്ഞു വർക്ക്ഷോപ്പിൽ കാണിച്ചപ്പോൾ. അങ്ങനെ അത് പൊട്ടി നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ വണ്ടി കുടുങ്ങിപ്പോയി. അങ്ങനെ പിന്നെ ഫോറസ്റ്റിൽ നിന്ന് വേറെ ഒരാൾ നമ്മളെ സഹായിച്ച് അങ്ങനെ വണ്ടി കയറിട്ട് വലിച്ച് ഫോറസ്റ്റിൻ്റെ പുറത്തേക്ക് എത്തിച്ചിട്ടോ. കഴിഞ്ഞ് നമ്മൾ ബന്ദിപ്പൂർ സ്റ്റേ ചെയ്തതിൻ്റെ ശേഷം അവിടെ കുടുങ്ങിയത്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ ബാക്കത്തെ വീലിൻ്റെ. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇനി പിന്നെ ചിലപ്പോൾ ഓവർ പണിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അത് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വർക്ക്ഷോപ്പിൽ ഇട്ട് കൊടുക്കും വണ്ടി വർക്ക്ഷോപ്പിൽ ഇവിടെ അടുത്ത് തന്നെയാണ് വർക്ക്ഷോപ്പുള്ളത്. അപ്പോൾ വർക്ക്ഷോപ്പിൽ നിന്ന് ഏകദേശം ഒരു 2 ദിവസം കൊണ്ടൊക്കെ വണ്ടി കിട്ടും കാരണം. അപ്പോൾ ഏതായാലും നമുക്ക് അതിൻ്റെ ശേഷം നമ്മളെ അടുത്ത ട്രിപ്പ് നമ്മൾ പോകുന്നതാണ്. വണ്ടീൻ്റെ ഉള്ളിലൊക്കെ കുറച്ചൊക്കെ പൊടിയും ചളിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം.
പിന്നെ കഴിഞ്ഞ മുന്നേ സർവീസ് ചെയ്തപ്പോൾ മൊത്തത്തിൽ ഇന്നറൊക്കെ നന്നായിട്ട് നമ്മൾ തുടച്ചതേനി. അപ്പോൾ അതിൻ്റെ ഒരു തെളി കാണുന്നുണ്ട്. കഴിഞ്ഞ നമ്മളെ ട്രിപ്പിൽ നമ്മൾ കെട്ടി വലിച്ച കയറിൻ്റെ ബാക്കിയാണിത്. പൊട്ടിപ്പോയ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ 2-3 വട്ടം നമ്മളെ വണ്ടി കയറ് പൊട്ടിപ്പോയിട്ടാണ്. അങ്ങനെ കുറേ ഹമ്പുണ്ടായതുകൊണ്ട് വണ്ടിമേ കെട്ടിയ കയറൊക്കെ പൊട്ടിപ്പോവാണ്. കട്ടി കുറഞ്ഞൊരു കയറുമാണ്. കട്ടി ഉണ്ടേനി, പക്ഷെ ഒരു വല്ല കനം പോരാ. അങ്ങനെ ആയിട്ട് നമ്മളവിടുന്ന് പെട്ടെന്ന് മറ്റേ ഗുണ്ടൽപേട്ട ഏരിയയിൽ നിന്ന് പെട്ടെന്ന് വാങ്ങിയതാണ്. അപ്പം അങ്ങനെ കുറേ പൊട്ടി ലാസ്റ്റ് ഉള്ളതൊക്കെ ഏച്ച് പൊട്ടിക്കാണ്ട് നമ്മൾ ഫോറസ്റ്റിൻ്റെ പുറത്തേക്ക് എത്തിച്ച വണ്ടി. വർഷാപ്പേര് അങ്ങോട്ട് വന്ന് പണിയെടുക്കാനൊന്നും നിന്നില്ല. ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് വണ്ടീൻ്റെ കംപ്ലൈൻറ്റ് പ്രോപ്പറായിട്ട് അറിയാത്തതുകൊണ്ട് അങ്ങനെ കുറച്ച് റിസ്ക് ഉണ്ടേനി. ഈ ഗ്ലാസ് നമുക്ക് ചെറുതായിട്ടൊന്ന് കൂളിങ് ചെയ്യണമെന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ഈ വണ്ടിയായിട്ട് എവിടെയെങ്കിലൊക്കെ വണ്ടി സൈഡാക്കി നമ്മൾ വണ്ടിയിൽ കെടുക്കുമ്പോൾ പുറത്തുനിന്ന് നല്ല കാഴ്ച വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ഭാഗവും ഈ ബാക്ക് സൈഡും 2 സൈഡൊക്കെ ആയിട്ട് ഒന്ന് കൂളിങ് ചെയ്യണമെന്നുണ്ട്. കൂളിങ് ചെയ്യണത് ഫുള്ളായിട്ട് നമുക്ക് കൂളിങ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത് പ്രശ്നമാവും, ചിലപ്പോൾ പോലീസൊക്കെ സീനാവാൻ ചാൻസുണ്ട്. അപ്പോൾ ബാക്കത്തെ ഇത് മാത്രം ലൈറ്റായിട്ടൊന്ന് കൂളിങ് ചെയ്തിട്ട് ഫ്രണ്ടത്തെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് എന്തെങ്കിലും രാത്രി മറക്കണ രീതിയിൽ കൊടുക്കണം. എന്തെങ്കിലും ഒരു ബോർഡ് വെച്ചിട്ട് മറക്കണ രീതിയിൽ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു കുറച്ച് ചില്ലറ പണിയുണ്ട്. പിന്നെ ഒരു ടയർ നമുക്ക് വണ്ടീൻ്റെ മാറ്റാണ്ട്. ഈ ഭാഗത്തെ ടയർ പറ്റ മുട്ടയിക്കണത്, ഇത് പറ്റ പെയ്ക്കണം. അപ്പോൾ ഇത് മാറ്റി കൊടുക്കണം. പിന്നെ നമ്മൾ ഈ സൈഡിൽ നമ്മൾ നല്ല ചെയ്തൊരു ടയർ ഇട്ടിട്ടുണ്ട്, നല്ല അത്യാവശ്യം കട്ടുള്ള. പിന്നെ ഈ സൈഡിലൊക്കെ അത്യാവശ്യം നമുക്ക് അത്യാവശ്യം ഒരു കട്ടുണ്ട്, കൂടുതലില്ലെങ്കിലും കുറച്ചൊക്കെ പോവും വണ്ടി ടയർ. ഇതും വലിയ കുഴപ്പമില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് വണ്ടീൻ്റെ ടയറിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെ ഈ ഒരു സർവീസ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ സൈഡിലായിട്ട് തന്നെ വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഇപ്പം തന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് കൊടുക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. പിന്നെ വണ്ടീൻ്റെ ടയർ നമ്മൾ കാണിച്ചു തന്ന മുട്ട ഉള്ള ടയർ പഞ്ചറായിട്ടുണ്ട്. അപ്പോൾ അത് ഏതായാലും വർക്ക്ഷോപ്പിലെത്തിയിട്ട് അവിടുന്ന് പിന്നെ അയക്കാച്ചിട്ട് നിന്ന്. അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടി വർക്ക്ഷോപ്പിൽ ഇട്ട് കൊടുക്കാം. ഈ ടയർ കാറ്റ് കമ്മിയുണ്ട്, പഞ്ചറായി എന്നാണ് തോന്നുന്നത്. ഇവിടെ ഒരു പൊട്ടൊക്കെ കാണുന്നുണ്ട്. വണ്ടീൻ്റെ അണ്ടർ കോട്ടിംഗ് ഒക്കെ അടിച്ചാട്ടോ കുറച്ച് മുമ്പ്. ബ്ലാക്ക് പെയിൻ്റ് അടിച്ചാണ്, ആമർ ടോൺ പെയിൻറ്റ്. അപ്പോൾ വർക്ക്ഷോപ്പിലാണുള്ളത്. വർക്ക്ഷോപ്പ് തുറന്നിട്ടില്ല. ഈ ബാക്കിൽ കാണുന്ന ഇതാണ് വർക്ക്ഷോപ്പ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടെ ഇനിയിപ്പോൾ ആൾ വരുമ്പോൾ വരെ നിൽക്കേണ്ട ആവശ്യമില്ല. വണ്ടി ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് പോയിട്ട് പിന്നെ ഏതായാലും ഫോണിൽ വിളിച്ച് പറയാമെന്നുള്ള രീതിയിലാണ്.